കുപ്രസിദ്ധമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്നേക്ക് ഒരു വയസ്സ് പൂർത്തിയാവുകയാണ്. നമ്മളെയൊക്കെ ഞെട്ടിച്ച, വളരെ വേദനയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു പഹൽഗാമിലെ കൂട്ടക്കൊല. വിനോദസഞ്ചാരികളെ തെരഞ്ഞുപിടിച്ച് അവരുടെ മതം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം, കലീമ ചൊല്ലിച്ചതിന് ശേഷം കലീമ ചൊല്ലാൻ അറിയാത്തവരെ വെടിവെച്ചു കൊന്ന പൈശാചികമായ ഒരു സംഭവമായിരുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ അത്യപൂർവമായിട്ട് മാത്രമേ നടന്നുള്ളൂ. ഭീകരാക്രമണങ്ങൾ അതിനു മുമ്പുണ്ടായിട്ടുണ്ട്. കുപ്രസിദ്ധമായ മുംബൈ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. അഹമ്മദാബാദിലും ജയ്പൂരിലും ഹൈദരാബാദിലും ഡൽഹിയിലും ഗുവാഹട്ടിയിലുമൊക്കെ പലതവണ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മനുഷ്യരെ മതം ചോദിച്ച് ആ വെടിവെച്ച് കൊന്ന ആദ്യത്തെ ഭീകരാക്രമണം ഒരുപക്ഷെ പഹൽഗാമിലേതായിരിക്കും. അപ്പോൾ അത്രയും പൈശാചികമായൊരു ആക്രമണം നടന്നു. ഇന്ത്യ മാത്രമല്ല, വിദേശ രാജ്യങ്ങളും, എനിക്ക് തോന്നുന്നത് തുർക്കി ഒഴിച്ച് ബാക്കി എല്ലാ പാകിസ്ഥാൻ ഇതര രാജ്യങ്ങളും ഇതിനെ അപലപിച്ചു, നടുക്കം രേഖപ്പെടുത്തി. ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്നിവരൊക്കെ സമ്മതിച്ചു. ഇന്ത്യ ഗവൺമെൻറ് അവർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചടിച്ചു. അതിനാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയും. സൈനികമായ തിരിച്ചടി ഉണ്ടായി. അതോടൊപ്പം തന്നെ നയതന്ത്രപരമായ തിരിച്ചടി എന്ന രീതിയിൽ വിവിധ പാർട്ടികളുടെ മെമ്പർമാരെ കൂട്ടിച്ചേർത്ത് പാർലമെൻ്ററി ഡെലിഗേഷൻസ് വിവിധ രാജ്യങ്ങളിലേക്ക് പോയി. അതിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടികളും സഹകരിച്ചു. ദേശീയ ഐക്യത്തിൻ്റെ ഒരു മുഹൂർത്തമായിരുന്നു തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ആ കാര്യത്തിൽ ഒരു കല്ലുകടി എന്ന് പറയാവുന്നത് നമ്മുടെ മഹാനായ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാത്രമായിരുന്നു. ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ശരിക്കും ഉണ്ടായതാണോ എന്ന കാര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് സംശയമുണ്ട്. അതിൽ സാമ്രാജ്യത്വ ഗൂഢാലോചനയുണ്ടോ, അതോ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാർ തന്നെ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്താണോ എന്നും സംശയം പുള്ളിക്ക് മാറിയിട്ടില്ല. ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ളതിന് തെളിവ് അപ്പോൾ തന്നെ നമ്മുടെ വ്യോമസേനയും കരസേനയൊക്കെ ഹാജരാക്കി. അതുകൊണ്ട് തിരിച്ചടിച്ചില്ല എന്ന് പറയാൻ പുള്ളിക്ക് പറ്റിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു മാജിക്കായിരുന്നു, ഒരു കൺകെട്ട് വിദ്യയായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഭരണഘടനാ ഭേദഗതിയുടെ ചർച്ചയിൽ പോലും രാഹുൽ ഗാന്ധിയുടെ നിലപാട് അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിന് വിയോജിപ്പുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുണ്ട്. പലരും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇദ്ദേഹത്തെ പോലെ ബുദ്ധിശൂന്യരായിട്ട് പെരുമാറാൻ ആർക്കും സാധിക്കില്ല. കാരണം രാജ്യം ഒരു വലിയ വെല്ലുവിളി നേരിടുമ്പോൾ, ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് നമുക്ക് എന്തൊക്കെ കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിലും രാജ്യ താല്പര്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലാവുമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് ഇപ്പോഴും സന്ദേഹം തീർന്നിട്ടില്ല. അദ്ദേഹം വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പഹൽഗാമിലെ ഭീകരാക്രമണം ഇന്ത്യ ഗവൺമെൻറ് മാനിപ്പുലേറ്റ് ചെയ്തു. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ നടക്കാത്ത, പാകിസ്ഥാന് ഒരു പോറൽ ഏൽപ്പിക്കാത്ത ഒരു സംഗതിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് സത്യം പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ ഗുണമായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം ഇതാ കോൺഗ്രസ്സുകാർ രാജ്യദ്രോഹികൾ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ നരേന്ദ്രമോദിക്ക് സംഘത്തിനും വളരെ എളുപ്പമായിരിക്കും. ഇവിടെ നിന്ന് ഡെലിഗേഷൻ അയക്കുമ്പോഴും പുള്ളി ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് തന്നെയാണ് നടത്താൻ നോക്കിയത്. ശശി തരൂരിനോട് താങ്കൾ പോകേണ്ടതില്ല, സൽമാൻ ഖുർഷീദിനോടും പോകേണ്ടതില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ നോമിനികളെ ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം തീരുമാനിച്ച നോമിനികൾ ആരും തന്നെ ഇന്ത്യ ഗവൺമെൻറ് വിദേശത്ത് വിട്ടില്ല. അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ആളുകളെ തരൂരും സൽമാൻ ഖുർഷീദും അടക്കമുള്ളവരെ അയക്കച്ചു. എന്നാൽ ബാക്കി എല്ലാ പാർട്ടികളും മാതൃകാപരമായിട്ടാണ് പെരുമാറിയത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോമിനി ആരായിരിക്കണം എന്ന് എം.എ. ബേബിയോട് ചോദിച്ചില്ല, പിണറായി വിജയനോട് ചോദിച്ചില്ല. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ജോൺ ബ്രിട്ടാസിനെ തിരഞ്ഞെടുത്തു. കാരണം ബ്രിട്ടാസിന് ഇംഗ്ലീഷ് അറിയാം. വിദേശ രാജ്യത്ത് പോലും ബബ്ബ പറയേണ്ടവരില്ല. അതിന് പകരം നമുക്ക് ഡബിൾ റഹീമിനെ കൊണ്ടുപോയിക്കളാം എന്ന് പാർട്ടി പറഞ്ഞാൽ വിദേശകാര്യ വകുപ്പ് കുടുക്കി പോയത്. അതുപോലെയാണ് മറ്റു പാർട്ടികളും. കനിമൊഴിയെ വിടാനായിട്ട് DMK എതിര് പറഞ്ഞില്ല. സുപ്രിയ സുലെയെ പറഞ്ഞേക്കാനായിട്ട് NCPക്കും ആക്ഷേപമുണ്ടായില്ല. ഏറ്റവും നന്നായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് നമ്മുടെ MIMൻ്റെ അസദുദ്ദീൻ ഒവൈസിയാണ്. അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഈ തീവ്രവാദത്തെ അപലപിക്കുകയും അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഈ പഹൽഗാമിലെ രക്തസാക്ഷിത്വ ദിനം എന്ന് ഞാൻ വിചാരിക്കും. ദേശീയ ഐക്യത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീവ്രവാദത്തെ, ഭീകരപ്രവർത്തനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ അംഗീകരിക്കുന്നവരെ, അതിന് ഓശാന പാടുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും അവരെ തീർച്ചയായിട്ടും കർശനമായ നിയമ നടപടികൾക്ക് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യണം. രാഷ്ട്രീയമായിട്ടും ഒറ്റപ്പെടുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.